ഹലോ അസ്സലാമലൈക്കും. അവാജി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീഫ് പച്ച മസാല കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം, ബെല്ലമർത്തണം, ലൈക്ക് ചെയ്യണം. ഇന്നത്തെ കറി ഇന്നൊരു ബീഫ് പച്ച മസാല, ഒരു 1/2 കിലോ ബീഫ്, അതൊരു പച്ച മസാലയിൽ ഒരു കറി ഉണ്ടാക്കുകയാണ് ഇന്ന് ഞാൻ. ഇനി അതിലേക്ക് ഒരു 5-6 പച്ചമുളക്, പച്ചമുളക് ഇത് കുറച്ച് മുളകെല്ലാം കുറച്ച് മതി. അതിലേക്ക് ഒരു ഉണ്ട വെള്ളുള്ളി, ഒരു വെള്ളുള്ളിൻ്റെ ഉണ്ട മുളകൊക്കെ തൊള്ളിയിട്ട് വെച്ചതാണിത്. അതിലേക്ക് ഒരു സ്പൂൺ, വലിയ സ്പൂണിൽ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നൈസായിട്ട് അരക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പൊടിയാണെന്ന് വിചാരിക്കേണ്ട, ഗരം മസാല പൊടി 1 സ്പൂണ്, ഇഞ്ചി വലിയൊരു കഷ്ണം ഇഞ്ചി, അതിലേക്ക് കുരുമുളക്, കുരുമുളക് ഇത്ര കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മല്ലി, ഈ മല്ലിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം നൈസായിട്ട് അരച്ചിട്ട് നമ്മൾ എണ്ണയിൽ മൂപ്പിക്കുകയാണ് ഇത് മസാല. പുതിന ചുപ്പ്, കുറച്ച് പുതിനും 1 പിടി മല്ലിയലി പുതിനയാണിത്. ഇത് രണ്ടും കൂടി മിക്സാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ 1.5 ഉള്ളി, 2 ഉള്ളി വേണ്ട, 1.5 ഉള്ളി മതിയില്ല. ഈ 1/2 കിലോ ബീഫിന് 1.5 ഉള്ളി മതി. 1.5 ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 തക്കാളി, ഇത് എല്ലാം കൂടി നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് നല്ലോണം അരച്ച് നൈസായിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്, ഫുള്ള് ഫ്ലെയിമിൽ ഞാൻ തീ വെച്ചിട്ടുണ്ട്. ഇത് എന്നിട്ട് ഇത്ര എണ്ണ വായിൽ വെച്ച് കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ അരച്ച നല്ല നൈസായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് പച്ച മസാല. അപ്പോൾ എല്ലാ മസാലയും ഇതിലേക്ക് ചേർത്തിട്ട് മൂപ്പിക്കാണ് ഞാനിവിടെ. അതിലേക്ക് ഒരു 3 സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് കറി കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഒരു 3 സ്പൂൺ ഉപ്പ്. നല്ലോണം ഫ്രൈ ആവണം. അപ്പോൾ ഈ മസാലയെല്ലാം പാടെ ഇതിൽ കഴിഞ്ഞ്, ഇത് പച്ച മസാല ആണല്ലോ, അപ്പോൾ ഇത് നല്ല റോസ്റ്റാവും. അപ്പോൾ ഈ നല്ല റോസ്റ്റായിട്ട് കിട്ടും, നല്ലൊരു മണം കിട്ടും. അപ്പോഴാണ് നമ്മൾ ഇറച്ചിട്ട് കൊടുക്കാനുള്ള ഒരു പാകം. കണ്ട ഇപ്പം എല്ലാം എൻ്റെ മസാല മൂത്ത് കണ്ട, എണ്ണ എല്ലാം തെളിഞ്ഞിട്ട് ഇവിടെ മൂത്തിട്ടുണ്ട് മസാല. നോക്കി, ഈ പച്ച മസാല നല്ലൊരു സ്മെല്ലായിട്ടുണ്ട്, നല്ലൊരു മസാല മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 6 വിസിൽ ആക്കുകയാണ്. അപ്പോൾ നെയ്യില്ലാത്തൊരു എല്ലാം കൂടി വേണം, നെയ്യും വേണം, പാടിയും മറ്റേ അതിൻ്റെ എല്ലും ഒക്കെ വേണം. ഇത് ഇറച്ചിയായാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം മിക്സ് വേണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റിൽ ഒരു പച്ച മസാല ബീഫാണ് ഇന്നത്. ഇനി അടച്ച് വെച്ചിട്ട് ഇനി അടച്ച് കൊടുക്കുക. ഒരു 5-6 വിസിലാവുക. നല്ല പോത്തിറച്ചായതുകൊണ്ട് നല്ല. എന്നിട്ട് നമ്മൾ ഈ കറി ആയിട്ടുണ്ട് ഇവിടെ, ബീഫ് കറി. ഇതിലേക്ക് നല്ല കറി കണ്ട, പച്ച മസാലേൻ്റെ നല്ല സ്മെല്ലും എല്ലാം ആയിട്ടുള്ള നല്ലൊരു പച്ച മസാലയുടെ കറി. പുതിന മല്ലിച്ചൊപ്പം എല്ലാം ഇട്ടുകൊണ്ട് നല്ലൊരു അരച്ചിട്ടത് കൊണ്ട് നല്ലൊരു കറിയായിരുന്നു. നല്ല ചപ്പാത്തിക്കും ദോശക്കും പത്തിരിക്കും ഒക്കെ കൂട്ടാം, നല്ല കറി. അപ്പോൾ ഇതിന് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കാണാൻ നല്ലൊരു അഴകായി നമുക്ക് ഈ കറി കാണാൻ.